ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തതായ ഒരു വീഡിയോ, നിങ്ങളൊക്കെ ആ വീഡിയോ ശ്രദ്ധയോടെ വീക്ഷിച്ചു കാണും. എന്നെ അനേകർ ബന്ധപ്പെട്ടിരുന്നു. കാരണം ഞാൻ ആ വീഡിയോയിൽ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിച്ച് വളരെ നിസ്സാരമെന്ന് നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതായ ഒരു പ്രത്യേക ശുശ്രൂഷ മറ്റൊന്നുമല്ല. ഒരു രോഗി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസവുമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഒരു വിശ്വാസി, ഒരു വ്യക്തി ദൈവദാസന്റെ അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ രോഗിക്ക് അല്ലെങ്കിൽ ആ പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുകയും ആ വ്യക്തിക്ക് വിടുതലുണ്ടാകുകയും ചെയ്യുന്നതായ അത് കാരണമായിട്ട് പിന്നെ അനേകർ വരികയും അങ്ങനെ ഈ ദേവദാസന്റെ ശുശ്രൂഷ വളരെ വിപുലമാവുകയും ചെയ്യുന്നതായ ആ ഒരു ശുശ്രൂഷ വളരെ നിസ്സാരമെന്ന് തോന്നിയാൽ തന്നെയും എന്റെ ചോദ്യം എന്തായിരുന്നു, അതിന് എന്തെങ്കിലും വിധത്തിലുള്ളതായ വേദപുസ്തക അടിസ്ഥാനമുണ്ടോ? എന്നെ ബന്ധപ്പെട്ട ഒരു വ്യക്തി പോലും വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന് അടിസ്ഥാനമുള്ളതായിട്ട് പറഞ്ഞില്ല എന്നുള്ളതാ. വിശ്വാസികൾ, ദൈവമക്കൾ, ഞാൻ പറഞ്ഞല്ലോ പെന്തക്കോസ്ത് സമൂഹത്തിലെ ദൈവമക്കളെയാണ് ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. മറ്റുള്ളവർ കേട്ട് ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. കാരണം പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലട്ടെ, ഒരു വ്യക്തിയും, ദൈവദാസന്മാർ അനേകർ എന്നെ ബന്ധപ്പെട്ടു. ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ 40 അധികം വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണിത്. എനിക്ക് പരിശുദ്ധാത്മാവ് നിയോഗം തന്നതാണ്. എത്ര ആയിരങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിലൂടെ വിടുതൽ പ്രാപിച്ചു എന്നറിയാമോ? അപ്പോൾ ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ഇത് തന്നെ ചോദിച്ചു. താങ്കൾ ചെയ്തതൊക്കെ നല്ലതായിരിക്കട്ടെ, കാരണം അനേകർക്ക് പ്രയോജനം ഉണ്ടായ കാര്യമാണ്. പക്ഷേ ഒരു പെന്തക്കോസ്ത് ശുശ്രൂഷകനായ അങ്ങ് ഈ 40 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള വിശുദ്ധ ബൈബിളിന്റെ ഒരു അടിസ്ഥാനം, ഒരു പിന്താങ്ങലുണ്ടോ? അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ വിശ്വാസികൾ മനസ്സിലാവുക, ഞാൻ എപ്പോഴും പറയുന്നത് കാര്യമാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. കാരണം വിശുദ്ധ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്, അവനോട് എതിർത്ത് നിൽക്കണം. കാരണം പിശാച് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരിക്കലും ഞാൻ പിശാചാണ്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്, നിങ്ങളെ കീഴ്പ്പെടുത്താൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും വരില്ല. അവൻ വെളിച്ച ദൂതനായിട്ട് മാത്രമേ വരൂ. എന്താണ് വെളിച്ച ദൂതൻ? നമുക്ക് പ്രകാശം തരുന്ന, നമുക്ക് നന്മ തരുന്ന, നമുക്ക് സമാധാനം തരുന്ന ഒരു വ്യക്തിയായി, വേഷപ്രച്ഛന്നനായി മാത്രമേ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടം പിടിക്കുവാനായി വരൂ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം മാത്രമേ നമുക്ക് ഒരു അടിസ്ഥാനമായിട്ടുള്ളൂ. എന്താണ് പൈശാചികം, എന്താണ് ദൈവികം എന്നുള്ളത് വിശുദ്ധ വചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ കർത്താവ് ജന്മനാ കുരുടനായിരുന്ന ആളിന്റെ അടുത്ത് ചെന്നിട്ട് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശിയിട്ട് കുളത്തിൽ പോയി കഴുകി വരിക എന്ന് പറഞ്ഞ് അവൻ സൗഖ്യം പ്രാപിച്ചു. ഇത് ഇന്ന് ഒരു ദേവദാസൻ ചെയ്താൽ അത് 100% വിശുദ്ധ വചനത്തിന് പിന്താങ്ങലുള്ള ശുശ്രൂഷയാണ്. അതുപോലെ ഒരു രോഗിയുടെ നാവിൽ തുപ്പി കർത്താവ്, നിങ്ങൾ ചെയ്താട്ടെ, അതിന് വചനത്തിന്റെ അടിസ്ഥാനമുണ്ട്. തൊട്ട് സൗഖ്യമാക്കി, ഒരുവന്റെ മേൽ കൈവച്ച് തൊട്ട് സൗഖ്യമാക്കി, വചനത്തിന്റെ അടിസ്ഥാനമുണ്ട്. ദുരാത്മാക്കളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, വചനത്തിന്റെ അടിസ്ഥാനമുണ്ട്. ഇങ്ങനെയുള്ള ആത്മീക ശുശ്രൂഷകൾക്കല്ലാതെ വിശുദ്ധ വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ശുശ്രൂഷയും ചെയ്യുവാൻ ദൈവാത്മാവ് നിയോഗം നൽകുന്ന ദൈവാത്മാവല്ല. കാരണം നമ്മുടെ കർത്താവ് പ്രമാണങ്ങളുടെ ദൈവമാണ്. കർത്താവ് നമുക്ക് പ്രമാണം കയ്യിൽ തന്നിരിക്കുകയാണ്. ഈ പ്രമാണത്തിന് പുറത്തുള്ള ഒരു കാര്യം ചെയ്യാൻ ദൈവാത്മാവ് നമുക്ക് നിയോഗം നൽകുകയില്ല. ഇനിയും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ആധികാരികമായിട്ടെടുത്ത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, ശ്രദ്ധയോടെ ഇതൊന്ന് കേട്ടാട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ടത് 2010, രക്ഷിക്കപ്പെട്ട നാട്ടിൽ വന്നത് 2010 എല്ലാവർക്കും അറിയാമല്ലോ. നാട്ടിൽ വന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ, സഭയുടെ പ്രവർത്തനങ്ങൾ, കൺവെൻഷനുകൾ, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇടപെട്ടു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2011 ഒരു കൺവെൻഷൻ നടന്നു. ഞാനതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. ആ കൺവെൻഷനിൽ കടന്നു വന്നത് അന്ന് ലോക പ്രസിദ്ധനായിരുന്ന
ഒരു പെന്തക്കോസ്ത് പാസ്റ്ററാണ്. ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളുടെ ഉദ്ദേശം ഒരു വ്യക്തിയെ വിമർശിക്കുക എന്നുള്ളതല്ല, ആ ശുശ്രൂഷയാണ് നമ്മളുടെ വിഷയം. അപ്പോൾ അദ്ദേഹം അന്ന് ഒരു വലിയ രോഗശാന്തി അവിടെ കൺവെൻഷനിൽ നടന്നു. ആ സഹോദരി രക്ഷിക്കപ്പെട്ട് ഇന്നും നല്ലൊരു ദൈവപൈതലായിട്ട് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് കൂടെ തന്നെ ഉണ്ടായിരുന്ന മുഴുവൻ സമയവും, പ്രത്യേകിച്ച് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഈ രോഗശാന്തിയുമായിട്ടൊക്കെ നടന്നവനായതുകൊണ്ട് എനിക്കിത് കാണാൻ ഒരു പുതുക്കമായിരുന്നു. കാരണം ഞാൻ ചെയ്തതല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ യേശുവിന്റെ നാമം പറഞ്ഞ് സൗഖ്യമാക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ സൂക്ഷ്മതയോടെ കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തൊരു അമ്മ തന്റെ മകളെ കൊണ്ടുവന്ന് തലവേദന, കഠിനമായ തലവേദനയുള്ള ഒരു മകൾ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുമാരുള്ള ഞാനും ഈ ശുശ്രൂഷകനും ഈ അമ്മയും മകളും മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ചെയ്യുന്നത് കണ്ടത് കൈകൊണ്ട് തലയുടെ മുകളിൽ വന്ന് തലവേദനയെ വലിച്ചെടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നു, പൊക്കോ. ഇതെന്നെ വല്ലാതെ സ്പർശിച്ചു. എന്താണെന്നറിയാമോ, ഞാൻ വർഷങ്ങൾ ചെയ്ത ഒരു സംഗതിയായത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഇതിന് സൈക്കിക് സർജറി എന്ന് പറയും. നമ്മൾക്കെന്നല്ല, അത് ചെയ്യുന്ന ആൾക്കാർക്ക് വേദന എടുത്ത് മാറ്റുവാൻ സാധിക്കും, ഒരു രോഗത്തെ പറിച്ച് മാറ്റുവാൻ സാധിക്കും. ഞാനിതൊക്കെ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വന്നു, ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവികമല്ല, വിശുദ്ധ വചനത്തിന് അടിസ്ഥാനമുള്ളതല്ല എന്ന് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ചിന്ത വന്നു. ഞാനത് ആരോടും പറഞ്ഞില്ല, എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. ദൈവത്തിന്റെ കൃപയാൽ ആ ശുശ്രൂഷകൻ ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിലില്ല. പക്ഷേ അദ്ദേഹം പെന്തക്കോസ്തിൽ നിന്ന സമയത്ത് അനേക ദൈവമക്കളെ ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യയിലൂടെ വഞ്ചിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ പിശാചിന് ഇടം കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, പിശാച് വരുന്നത് ഒരിക്കലും ഞാനാണ് പിശാച് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടല്ല. പിശാച് വരുന്നത് വിളിച്ചതൂതിനായിട്ട് തന്നെയാണ്. നമുക്ക് സമാധാനം തരാൻ, നമുക്ക് വിടുതൽ തരാൻ, നമുക്ക് സൗഖ്യം തരാൻ ഒക്കെ കഴിവുള്ള രീതിയിലുള്ള ഒരു ശുശ്രൂഷകനായിട്ടായിരിക്കും പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരിക്കൽ നമ്മൾ അവൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ കളമൊരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്ര ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, വിശുദ്ധ വചനത്തിൽ ഒത്തുനോക്കാതെ നിങ്ങൾ ഒരു കാര്യവും ഏറ്റെടുക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, എണ്ണ പ്രാർത്ഥിച്ച് കൊടുക്കുന്നത്, പഞ്ചസാര പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, കുരുമുളക് പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാനിതെല്ലാം 7-8 വർഷത്തെ എൻ്റെ റിസർച്ചിൽ ഞാൻ ചുറ്റി നടന്ന് കണ്ടതാണ്. പലരും, ഞാൻ പെന്തക്കോസ്ത് ദൈവാസനരെ മാത്രമല്ല പറയുന്നത്, മറ്റ് ഇതര സമൂഹങ്ങളിലുള്ള, ഇതര മതങ്ങളിലുള്ള വ്യക്തികളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുക. അത് അവരവരുടെ ഭാഷയിൽ ചിലർ പറയും ഓതി കൊടുക്കുക എന്ന് പറയും, ചിലർ പറയും പൂജിച്ചു കൊടുക്കുക എന്ന് പറയും, ചിലർ പറയും വെഞ്ചരിച്ചു കൊടുക്കുക എന്ന് പറയും. നമ്മൾ പറയും നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇതിന് വിശുദ്ധ വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നെ ബന്ധപ്പെട്ട ദേവദാസന്മാരിൽ ചിലർ എന്നോട് പറഞ്ഞത്, തങ്ങൾക്ക് അറിയില്ലേ ഏലീശ ഉപ്പ് പ്രാർത്ഥിച്ചിട്ട് വെള്ളം ശുദ്ധീകരിച്ചതായിട്ട്. ഞാൻ അവരോട് ചോദിച്ചത്, എനിക്കൊന്ന് പറഞ്ഞു തന്നാട്ടെ, ഒന്ന് കാണിച്ചു തന്നട്ടെ, വാക്യം ഏതാണ്? ഇല്ല, ഏലീശ ഉപ്പ് പ്രാർത്ഥിച്ച് വെള്ളത്തിലിടുകയല്ലായിരുന്നു, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പ് എടുത്ത് വെള്ളത്തിലിടുകയായിരുന്നു. അവിടെ പ്രാർത്ഥന എന്നൊരു കാര്യം നടന്നിട്ടില്ല. നടന്നു എങ്കിൽ അത് എഴുതണമായിരുന്നു, എഴുതി വെച്ചിട്ടില്ല. അടുത്ത ചിലർ പറഞ്ഞത്, നിങ്ങൾക്കറിയില്ലേ യാക്കോബിന്റെ ലേഖനത്തിൽ എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന എണ്ണ പ്രാർത്ഥിച്ച് പുരട്ടുവാനായിട്ട്. ഞാൻ അവരോട് ചോദിച്ചു, ആ വാക്യം ഒന്ന് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്കൊന്ന് വായിക്കാമോ, അതിനെ വായിച്ച് കേൾപ്പിക്കാമോ? അതവർ ചെയ്യില്ല. കാരണം ഈ തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുകയാണ്. അവർ ചെയ്ത് പഴകിയ കാര്യങ്ങൾ അവർ ചെയ്തത് ശരിയാണ്. ഉദാഹരണത്തിന് എന്നോട് ദേവാസം പറഞ്ഞു, 40 വർഷമായിട്ട് ഞാനിത് ചെയ്യുന്ന അനേകർക്ക് വിടുതൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് അദ്ദേഹം വെള്ളം പ്രാർത്ഥിച്ച്, ഇതുപോലുള്ള സാമഗ്രികൾ പ്രാർത്ഥിച്ച് തന്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളതാണ് എന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കുകയും തന്റെ അടുത്ത് വരുന്നവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഗൗരവമായ ഒരു തെറ്റാണ് സംഭവിക്കുന്നത്. പ്രിയമുള്ളവർ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് യേശുവിന്റെ നാമം പറഞ്ഞിട്ട് ജന്മന മുടന്തനായ ഒരുത്തനെ അപ്പോസ്തലന്മാർ എഴുന്നേൽപ്പിച്ചു എങ്കിൽ
ആ അധികാരം പ്രാപിച്ച ഒരു കർത്താവിന്റെ ശിഷ്യൻ അതേ നാമം പറഞ്ഞ് അതേ അത്ഭുതം ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുവാനാണെങ്കിൽ കർത്താവിന് ഏറ്റവും നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അറിയാമോ? ശതാധിപന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുന്ന ആ സമയം കർത്താവിന്, കാരണം തന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുവാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്, നമ്മുടെ കർത്താവിന് വേണമെങ്കിൽ താഴെ നിന്ന് സ്വല്പം മണ്ണെടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് കൊടുത്തിട്ട് പറയാം, നീ ഇതുകൊണ്ട് ബാല്യക്കാരന്റെ മേൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് പ്രാർത്ഥിച്ച് കൊണ്ട് കൊടുത്തിട്ട് പറയാം, നീ ഇതുകൊണ്ട് ബാല്യക്കാരനെ കുടിപ്പിക്കും. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ആ നിമിഷം കർത്താവ് ആ ബാല്യക്കാരനെ സൗഖ്യമാക്കുകയാണ്. അത്ര ദൂരെ നിന്ന് കർത്താവ് ഇങ്ങനെയുള്ള യാതൊരു ചെപ്പടി വിദ്യയും കർത്താവിന്റെ ശുശ്രൂഷയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എന്നോട് ചിലർ ചോദിക്കുന്നതാണ്, മണ്ണ് കുഴയ്ക്കുന്നതും തുപ്പുന്നതും വേദപുസ്തകത്തിൽ എവിടെയാണ് ഉള്ളത്? പഴയ നിയമത്തിൽ. നിങ്ങൾക്ക് അറിയണം, ഒന്നാമത് മനസ്സിലാക്കുക, നമ്മുടെ കർത്താവ് ഒരു റബ്ബായി ആയിരുന്നു, യഹൂദ റബ്ബായി. യഹൂദ റബ്ബായിമാർക്ക് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അറിയാം. അവർക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന ചില ചിട്ടകളുണ്ട്, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പഴയ നിയമത്തിൽ എഴുതണമെന്നില്ല, അവരുടെ പുസ്തകങ്ങളിൽ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ, ഒന്നാമത് കർത്താവ് ഒരു യഹൂദനായിരുന്നു, യഹൂദ വംശത്തിൽ ജനിച്ചവനാണ്. കർത്താവ് ഒരു യഹൂദ ഗുരു ആയിരുന്നു, റബ്ബായി ആയിരുന്നു. അതിനുപരി കർത്താവ് സർവശക്തനായ ദൈവമാണ്. ആയിരുന്നു എന്നല്ല, ആണ്. അപ്പോൾ കർത്താവ് എന്തു ചെയ്തോ അതെല്ലാം കർത്താവിന്റെ ദൈവം എന്ന അധികാരത്തിൽ ചെയ്തതാണ്. അതിൽ നമ്മൾക്ക് മാതൃകയാക്കേണ്ടതെല്ലാം ഈ 66 പുസ്തകത്തിൽ എഴുതി തന്നിട്ടുണ്ട്. ഇതിലെഴുതാത്ത ഒരു കാര്യം പോലും ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമാക്കുവാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ആക്കുന്നുവെങ്കിൽ അത് തെറ്റ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ദേവദാസൻ അദ്ദേഹത്തിന് ശുശ്രൂഷയിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഉള്ളിൽ തോന്നി, ഞാൻ കുറച്ച് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്താൽ അവർ സൗഖ്യമാവല്ലോ, പോവല്ലോ. അതൊരിക്കലും ഞാൻ അതിനെ വിമർശിക്കാറില്ല. കാരണം അത് ആ ദേവദാസൻ അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ചെയ്തതാണ്. ഞാൻ ദൈവാത്മാവ് തോന്നിച്ചെന്ന് ഞാൻ പറയില്ല ഒരിക്കലും, കേട്ടോ. ആ വ്യക്തിക്ക് തോന്നിയതാ, അദ്ദേഹം അത് ചെയ്തു, കഴിഞ്ഞു. അദ്ദേഹം അത് തന്റെ നിത്യവൃത്തി ആക്കുന്നില്ല. ഇത് നിത്യവൃത്തിയാക്കുമ്പോഴാണ് വീഴ്ച സംഭവിക്കുന്നത്. നമ്മൾ ഉദാഹരണത്തിന് ഒരു സഹോദരി നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ എന്തു ചെയ്തു? ഞാൻ എൻ്റെ ഭാര്യയെ അടുത്ത് വിളിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ കൈവച്ചോ, ഞാൻ പ്രാർത്ഥിക്കാം. അതപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അത് ഒരിക്കലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. ചില സാഹചര്യങ്ങൾ നമ്മൾ ചില പ്രത്യേക ചുവടുകൾ വെക്കും. അത് അപ്പോഴത്തെ നമ്മളുടെ ആ വിസ്ഡമാണ്, നമ്മളുടെ വിവേകമാണ്. അതിന് ഒരിക്കലും ഒരുപക്ഷെ വേദപുസ്തകത്തിൽ അത് കാണില്ല. പക്ഷേ അത് നിത്യ പരിചയമാക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അത് നിത്യ പരിചയമാക്കിയാൽ അതിന്റെ അർത്ഥം പിശാച് അവിടെ ജയമെടുത്ത് കഴിഞ്ഞു എന്നാണ്. കാരണം നിന്റെ വഴി തെറ്റിച്ചു കഴിഞ്ഞു, നിന്റെ അടുത്ത് വരുന്നവരുടെയും വഴി തെറ്റിച്ചു കഴിഞ്ഞു. യേശുവിൽ ആശ്രയിക്കേണ്ടതിന് പകരം ഇതുപോലെയുള്ള പ്രാർത്ഥിച്ച, അല്ല ഞാൻ അതിനെ വിളിക്കുന്നത് വെഞ്ചരിച്ചതെന്നാണ്, കേട്ടോ. വെഞ്ചരിച്ച എണ്ണ, വെഞ്ചരിച്ച വെള്ളം, ഇതിലൊക്കെ നിങ്ങൾ ആശ്രയം അർപ്പിക്കും. നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം വിടുവിക്കപ്പെടും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം, ഉദാഹരണത്തിന് വീട്ടിൽ ഇരിക്കുമ്പോൾ വയറുവേദന വന്നു, വീട്ടിൽ ഞാനീ പറഞ്ഞതുപോലെ ഏതോ പാസ്റ്റർ പ്രാർത്ഥിച്ചതോ വെഞ്ചരിച്ചതോ വെള്ളം ഇരിപ്പുണ്ട്. നിങ്ങൾ ഒരു വേള, കർത്താവേ, ഞാൻ എൻ്റെ കൈ എൻ്റെ വയറിന് മേൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എന്നെ അവിടുന്ന് സൗഖ്യമാക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്, യേശുവിന്റെ നാമത്തിൽ ഈ വേദന മാറട്ടെ എന്ന് പറയേണ്ടതിന് പകരം ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കേണ്ടതിന് പകരം നിങ്ങൾ ആ പാസ്റ്ററിൽ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു തന്ന് വീട്ടിലിരിക്കുന്ന കുപ്പിയിലെ വെള്ളം കുടിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വേദന മാറുമായിരിക്കും. അന്നേരം നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. വിടുതൽ ലഭിച്ചാൽ പിന്നെ പറയാൻ വേണ്ട, നിങ്ങൾ അയൽവക്കക്കാർക്ക് കൊടുക്കും. ഇതങ്ങ് പടരും. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിടും. ഇത് ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തിന് നന്ദിയും പറയും. ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, ദൈവത്തെ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ പ്രശ്നം മാറുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തോട് നന്ദിയും പറയും, സഭയിൽ സാക്ഷ്യവും പറയും. ഞായറാഴ്ച എനിക്ക് വയറുവേദന വന്നു, എൻ്റെ വയറുവേദന കർത്താവ് സൗഖ്യമാക്കി, കർത്താവിന് സ്തോത്രം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്യാജമാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാര്യം കൊണ്ട് പറയാം. ഇതെൻ്റെ ഒരു അനുഭവമാണ്, കേട്ടോ. ഇത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.